ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 2-digit numbers ആർ ദർ വിത്ത് സീറോ? ഹൗ മെനി വിത്തൗട്ട് സീറോ? എന്താണ് ആകെ എത്ര 2-digit നമ്പേഴ്സിലാണ് സീറോ ഉള്ളതെന്നും എത്ര എണ്ണത്തിൽ സീറോ ഇല്ലാത്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 2-digit നമ്പറിൽ സീറോ വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് പൊസിഷനിൽ ഒരിക്കലും സീറോ വരില്ലല്ലോ. അതെന്താണെങ്കിലും സെക്കൻഡ് പൊസിഷനിലായിരിക്കും അല്ലേ. കാരണം ഫസ്റ്റ് പൊസിഷനിൽ സീറോ എന്ന് എഴുതിയാൽ അതിന് വാല്യൂ ഇല്ല അല്ലേ. 0, 1 എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാണ്. അപ്പോൾ അത് 2-digit നമ്പർ ആവില്ല, 1-digit നമ്പർ അല്ലേ ആവുള്ളൂ. അങ്ങനെ 9 വരെ. അപ്പോൾ 2-digit നമ്പറിൽ സീറോ വരുമ്പം എന്താണ്? സീറോ ക്യാൻ ബി ഇൻ സെക്കൻഡ് പൊസിഷൻ ഓൺലി. എന്നുവെച്ചാൽ വൺസിൻ്റെ പൊസിഷൻ, അതായത് രണ്ടാമത്തെ സംഖ്യ മാത്രമേ ഉള്ളൂ 2-digit നമ്പറിൽ സീറോ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സീറോന്ന് ഫിക്സഡ് ആയി. ഫസ്റ്റ് പൊസിഷനിൽ അപ്പോൾ എന്തൊക്കെ വരാം? സീറോ വരാൻ പറ്റില്ലല്ലോ, ബാക്കിയെല്ലാം വരാം. 1 മുതൽ 9 വരെ, 9 വരെയുള്ള എല്ലാ സംഖ്യ വരാം. 1 മുതൽ 9 വരെ എത്ര സംഖ്യ ഉണ്ട്? 9 എണ്ണല്ലേ, 9 നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ 1 വരുമ്പോൾ 1 0, പിന്നെ 2 0, 3 0, അങ്ങനെ 9 0. ഓക്കെ, അപ്പോൾ എത്ര എണ്ണമായി? 9 നമ്പേഴ്സ്. നമുക്ക് എഴുതി നോക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഡിജിറ്റ് 0 ഫസ്റ്റ് ഡിജിറ്റ് 1 to 9 1 to 9 എത്ര ഉണ്ടെന്ന് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ, 9 എണ്ണം. അപ്പോൾ 2-digit നമ്പേഴ്സ് വിത്ത് സീറോ എന്ന് പറയുന്നത് 9 നമ്പേഴ്സ് ആണ്. ഓക്കെ, പിന്നെന്താ ചോദിച്ചത്? എത്ര എണ്ണത്തിൽ സീറോ ഇല്ലാത്തതുണ്ട് എന്ന്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആകെ എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട് നമുക്കറിയാലോ. നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ ടെക്സ്റ്റ് ബുക്കിൽ. എങ്ങനെയാണ് പഠിച്ചത്? ടോട്ടൽ 99ന് 1-digit നമ്പർ ഫസ്റ്റ് ടു 1 to 9 ആണ്. അതുകൊണ്ട് ആ 1 to 9 മൈനസ് ചെയ്താൽ കിട്ടുന്ന അത്രയും 90 നമ്പേഴ്സ് ഓഫ് 2-digit നമ്പേഴ്സ് ഉണ്ടല്ലേ ആകെ. അതിൽ സീറോ ഉള്ളത് 9 നമ്പേഴ്സിനാണ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഈ 90ൽ ഈ 9 നമ്പേഴ്സിൽ സീറോ ഉണ്ട്. അതിനെ മൈനസ് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്ന ബാക്കി 81 നമ്പേഴ്സിൽ എന്തായിരിക്കും? സീറോ ഇല്ലാത്തതായിരിക്കും. ക്ലിയർ അല്ലേ? സീറോ ഉള്ളത് 9 നമ്പേഴ്സും സീറോ ഇല്ലാത്തത് 81 നമ്പേഴ്സും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ട് നോക്കാം. ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 zeros? 2 സീറോ ഉള്ള എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടാവാം? രണ്ടും സീറോ ആവണമെങ്കിൽ അത് ഏതൊക്കെ പൊസിഷനിലായിരിക്കണം? സെക്കൻഡും തേർഡും പൊസിഷനിലായിരിക്കണമല്ലോ. ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഒരിക്കലും സീറോ കൊടുക്കാൻ പറ്റൂല. അപ്പം സെക്കൻഡ് പൊസിഷനും തേർഡ് പൊസിഷനും സീറോ എന്ന് ഫിക്സ് ചെയ്താൽ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഏതൊക്കെ നമ്പർ എഴുതാം? നേരത്തെ പറഞ്ഞ അതേപോലെയാണല്ലോ, 1 to 9 ആണ് നമുക്ക് എഴുതാൻ പറ്റുക ഫസ്റ്റ് പൊസിഷനിൽ. അതായത് 3-digit നമ്പേഴ്സ് ആകുമ്പോൾ 3 പൊസിഷൻ ഉണ്ട്. അതിൽ ഇതും സീറോ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെന്താണ്? ഈ ഒറ്റ പൊസിഷനേ ഉള്ളൂ അല്ലേ. ഇവിടെ നമുക്ക് 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാം. അപ്പോൾ നമുക്ക് ഇത്രയും നമ്പേഴ്സ് കിട്ടും. അങ്ങനെ 1 to 9 വരെ എഴുതാം. അപ്പോൾ എന്താണ് ആൻസർ വരിക? 9. ഓക്കെ, ആകെ 2 സീറോ വരുന്ന 9 3-digit നമ്പേഴ്സ് ആണ് ഉള്ളത്. അടുത്ത് നോക്കിയാലോ. ഹൗ മെനി 3-digit നമ്പേഴ്സ് വിത്ത് ഓൺലി 1 സീറോ? രണ്ടും സീറോ ആവുന്ന കേസ് നമ്മൾ പറഞ്ഞു. ഇനി ഒരൊറ്റ സീറോ മാത്രം വരുന്ന കേസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് ഒരിക്കലും സീറോ ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റിന് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 1 to 9 വരെ ഏതും ആവാം. നമുക്ക് 9 എണ്ണം. ഓക്കെ, 9 നമ്പേഴ്സ് ഉണ്ട് ഫസ്റ്റ് ഡിജിറ്റിന്. പിന്നെ സീറോ നമുക്ക് ഏതൊക്കെ പൊസിഷനിൽ വരാം? സെക്കൻഡ് പൊസിഷനിലും വരാം, തേർഡ് പൊസിഷനിലും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സീറോൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്ത് വെക്കാം. സീറോ സെക്കൻഡ് പൊസിഷനിലാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും 1 to 0 വരാൻ പറ്റൂലല്ലോ. ഒറ്റ സീറോ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ എന്തായാലും സീറോ വരാൻ പറ്റൂല. പിന്നെ സെക്കൻഡിൽ സീറോ ആണെങ്കിൽ പിന്നെ തേർഡിൽ വരാൻ പറ്റൂല, കാരണം ഒറ്റ സീറോയേ പാടുള്ളൂ. ഓക്കെ, അപ്പം സെക്കൻഡ് പൊസിഷനിൽ സീറോ വരുമ്പം ഫസ്റ്റിലും തേർഡിലും നമുക്ക് ഏതൊക്കെ എഴുതാം? 1 to 9 എഴുതാലോ. ഫസ്റ്റ് പൊസിഷനിലും 1 to 9 എഴുതാം. ഈ ഓരോ 1നും ഫസ്റ്റ് പൊസിഷനിൽ 1 ആകുമ്പോൾ തേർഡ് പൊസിഷനിൽ 1 2 3 4 5 6 7 8 9 അത്രയും വെറൈറ്റി. അപ്പോൾ 101 102 അങ്ങനെ 109 വരെ എഴുതാം. അതുപോലെ അടുത്തത് 201 202 അങ്ങനെ വെച്ചിട്ട് അടുത്ത 9 എഴുതാം. അപ്പോൾ ഫസ്റ്റിലും തേർഡിലും എന്താ 1 to 9 വെച്ച് 9 ഡിഫറെൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതുകൊണ്ട് 9 into 9, അതായത് 1ന് 9, 2ന് 9, 3ക്ക് 9, അങ്ങനെയാണ്. അത് നോക്കുന്നതുകൊണ്ടാണ് ഈ 9 into 9 വരുന്നത്. അപ്പം 9 into 1 81 ടൈംസ്, അതായത് സെക്കൻഡ് പൊസിഷനിൽ സീറോ വരുമ്പം 81 ടൈംസ് 81 ടൈപ്പായിട്ട് എഴുതാം. അതേപോലെ തേർഡ് നമ്പർ, തേർഡ് പൊസിഷനിൽ സീറോ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇതിൽ നമ്മൾ എന്താ പറയുക?
ഇതിൽ സെക്കൻഡ് പൊസിഷനിൽ 0 വെച്ചിട്ട് ഇതിൽ രണ്ടിലും 1 to 9 ഇവിടെ മാറ്റി എഴുതും, അതുപോലെ 1 to 9 ഇവിടെ എഴുതും. അങ്ങനെ 81 ടൈപ്പിൽ ഇങ്ങനെ തന്നെ എഴുതാം. അതുപോലെ ഇതിൽ തേർഡ് പൊസിഷനിൽ 0 ഫിക്സ് ചെയ്താൽ ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും നമുക്ക് 1 to 9 എഴുതാം. ഇവിടെ 1 എഴുതുമ്പം ഇവിടെ 1 2 3 അങ്ങനെ 9 ടൈംസ് എഴുതാം. പിന്നെ ഇവിടെ 2 എഴുതുമ്പോൾ അതുപോലെ 1 to 9 എഴുതാം. ഇവിടെ 3 എഴുതുമ്പോൾ 1 to 9 എഴുതാം. അങ്ങനെ ഇവിടെ 9 ടൈംസ് മാറ്റി എഴുതുന്നതനുസരിച്ച് ഇവിടെ 1 to 9 എഴുതാം. അപ്പോൾ അവിടെയും 9 into 9 81 ടൈംസ് എഴുതാം. 81 ടൈപ്പിലായി എഴുതാം. ഓക്കെ, അപ്പോൾ ആകെ എത്ര എണ്ണമായി? 0 ഈ പൊസിഷനിൽ വരുന്ന 81ഉം 0 ഈ പൊസിഷനിൽ വരുന്ന 81ഉം ആകെ 162 നമ്പേഴ്സ് ഉണ്ട്. എന്ത്? ഒരു 0 വരുന്ന 3 ഡിജിറ്റ് നമ്പർ. ഒരു 0 വരുന്ന 3 ഡിജിറ്റ് നമ്പർ എത്ര ഉണ്ട്? 162 നമ്പേഴ്സ് ഉണ്ട്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്തൗട്ട് എനി 0? വിത്തൗട്ട് എനി 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ അപ്പം എന്ത് രണ്ട് രീതിയിൽ ചെയ്യാം. ഈ രീതി ഫസ്റ്റത്തെ ഒരു രീതി പറഞ്ഞുതരാം. എങ്ങനെയാണ്? ആകെ എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് നമുക്കറിയാലോ. 999 99 മൈനസ് ചെയ്താൽ 900 ആണ് എന്ത് ആകെയുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം. ഇതിൽ നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത് 2 zeros ഉള്ള 9 നമ്പേഴ്സ് ഉണ്ട്, 1 zeros ഉള്ള 162 നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇത്രയും നമ്പേഴ്സിലാണ് 0 ഉള്ളത്. അപ്പം ടോട്ടൽ 900 ഈ 0 ഉള്ള 162യും 2 0 ഉള്ള 9ഉം മൈനസ് ചെയ്താൽ കിട്ടുന്ന ബാക്കി. ഇതിലെന്തായിരിക്കും? ഒറ്റ 0s ഉണ്ടാവില്ലല്ലോ. ഇനി ഇതല്ല, കുറച്ചും കൂടെ സിമ്പിളായിട്ട് വേറൊരു വഴിയുണ്ട്. എന്താണ്? നമുക്ക് 1 to 9 നമ്പേഴ്സിനെ ഒറ്റ 0 പോലും വേണ്ടാത്തത് കൊണ്ട് ഈ 3 പൊസിഷനിലും നമുക്ക് ഇവിടെ 1 to 9 മാറ്റി എഴുതാം. അത്രയും ടൈംസ് ഇവിടെ 1 to 9 മാറ്റി എഴുതാം. അത്രയും ടൈംസ് ഇവിടെ 1 to 9 മാറ്റി എഴുതാം. അപ്പോൾ എത്ര ടൈംസ് എത്ര എഴുതാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള 1 to 9, അപ്പോൾ 9 നമ്പേഴ്സ് ഇൻറ്റു ഇവിടുത്തെ 9 നമ്പേഴ്സ് ഇൻറ്റു ഇവിടുത്തെ 9 നമ്പേഴ്സ് 729. ഓക്കെ, ക്ലിയർ ആണല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ. How many 2-digit numbers are there with the same digit repeated? How many 3-digit numbers with the same number repeated thrice? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. 2-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പോലെ എഴുതിയതാണ്. 2 ഡിജിറ്റ്, 2 ഡിജിറ്റും റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള അതെത്താണോ സംഖ്യ അതന്നെയായിരിക്കും ഇവിടെ അല്ലേ. അപ്പോൾ ഏതൊക്കെ ഉണ്ടാവും? 0 എഴുതാൻ പറ്റൂല എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. 0 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 2-digit നമ്പർ അല്ല. അപ്പോൾ 1 1 2 2 അങ്ങനെ എന്തൊക്കെ ഉണ്ട്? 1 to 9 വരെ എഴുതാം. അപ്പം 1 to 9 വരെ എഴുതുമ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? 9 നമ്പേഴ്സ്. ഓക്കെ, 1 to 9 ആണ് ഓപ്ഷനുള്ളത്. നമുക്ക് അതിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന 9 നമ്പേഴ്സ് ഉണ്ട്. ഇനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിലോ 3 പൊസിഷനിൽ ഒരേ സംഖ്യ വരണ്ടേ? അവിടെയും ഇതുതന്നെയാണ്. 0 എഴുതാൻ പറ്റൂല എന്നേ ഉള്ളൂ. ബാക്കി 1 to 9 എഴുതാം. അപ്പോൾ എങ്ങനെയാണ് എക്സാമ്പിൾ? ഇങ്ങനെയാണ് വരിക: 1 1 1 2 2 2 3 3 3. ഇത് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 to 9 വരെ. അപ്പോൾ എത്രയാണ്? 9 നമ്പേഴ്സ്. അതിൻ്റെ ആൻസർ എന്താ വരിക? 9 നമ്പേഴ്സ് തന്നെ. ഹൗ മെനി 2-digit numbers are palindromes? പാലിൻഡ്രോംസ് എന്താണെന്ന് ആ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്താണ്? നമ്മൾ ഫ്രണ്ടിലേക്ക് വായിക്കുന്നത് പോലെ തന്നെ തിരിച്ചെഴുതിയ ബാക്കിൽ നിന്ന് മുന്നോട്ട് എഴുതിയാലും അതേ സംഖ്യ വായിക്കാൻ പറ്റുന്ന നമ്പേഴ്സ്, അതിനെയാണ് പാലിൻഡ്രോംസ് എന്ന് പറയാം. ഓക്കെ, 2-digit നമ്പേഴ്സിൽ എത്ര പാലിൻഡ്രോംസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. 2-digit നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വായിക്കണമെങ്കിൽ എന്തായിരിക്കണം? രണ്ടും സെയിം ഡിജിറ്റ് ആയിരിക്കണ്ടേ അല്ലേ? നമുക്കൊരു 1ഉം 2 ആണുള്ളതെങ്കിൽ തിരിച്ച് വായിക്കുമ്പോൾ അത് 21 ആവും, അങ്ങോട്ട് വായിക്കുമ്പോൾ 12 ആണ്. അത് പാലിൻഡ്രോം ആവില്ലല്ലോ. അപ്പോൾ 2-digit നമ്പർ പാലിൻഡ്രോം ആവണമെങ്കിൽ എപ്പോഴും നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കണം. അത് എത്ര ഉണ്ട്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ, 9 നമ്പേഴ്സ്. ഓക്കെ, ഇതെല്ലാം പാലിൻഡ്രോംസ് ആണ്. പിന്നെ ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ പാലിൻഡ്രോംസ് എന്നാണ് ചോദിക്കുന്നത്. 3-digit നമ്പേഴ്സ് പാലിൻഡ്രോം ആവാൻ എന്തായാൽ മതി? ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും സെയിം ആയാൽ മതി അല്ലേ. ഞാനിത് 3 ഡിജിറ്റിനെ വെറുതെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അതായത് ഇവിടെ എ എന്ന് വന്നാൽ ഇവിടെ എ തന്നെ വരണം. അതായത് ഇവിടെ 1 വന്നാൽ ഇവിടെയും 1 വരണം, ഇവിടെ 2 വരുമ്പോൾ ഇവിടെയും 2 വരണം, ഇവിടെ 3 വരുമ്പോൾ ഇവിടെ 3 വരണം. അങ്ങനെ ഇതിൽ ഏതൊക്കെ ആവാം? 3-digit നമ്പർ ആവേണ്ടതുകൊണ്ട് ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് 0 കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 1 മുതൽ 9 വരെ ആവാം. അത് ഇവിടെയും ആവാം ഇവിടെയും ആവാം. പക്ഷെ ഇവിടെ ആവുന്ന സമയം തന്നെ ഇവിടെ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഇത് ഇൻറ്റു ഇത് എടുക്കാൻ പറ്റൂല. എങ്ങനെ? ഇവിടെ 1 ആവുമ്പോൾ ഇവിടെയും 1 ആവണം. അങ്ങനത്തെ 9 ചാൻസ് ഉണ്ടല്ലോ. 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാം, 4 എഴുതാം, അങ്ങനെ 9 ചാൻസ് ഉണ്ട്.
ഓക്കെ, ഇനിയോ സെക്കൻഡ് പൊസിഷനിൽ എന്തൊക്കെ വരാം? ഈ സെൻറ്ററിൽ സ്ഥലത്ത് 1 to 9 മാത്രമാണോ? അല്ല, 0യും വരാം. ഓക്കെ, എന്തുകൊണ്ടാ? ഇവിടെ 101 എന്ന് പറഞ്ഞാൽ നമുക്ക് പാലിൻഡ്രോം അല്ലേ, തിരിച്ച് 101 എന്ന് വായിക്കാലോ, 202 എന്ന് വായിക്കാലോ. അങ്ങനെ എഴുതുമ്പം ഈ പൊസിഷനിൽ എന്തൊക്കെ വരാം? 0 മുതൽ 9 വരെ വരാം. എന്ന് വെച്ചാൽ 10 നമ്പേഴ്സ് ഉണ്ട് അവിടെ ഓപ്ഷൻ. അപ്പം ഇവിടെ 9ഉം ഇതിൻ്റെ 10ഉം അത് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇവിടെ വരാൻ പറ്റുന്ന 9 ഇൻറ്റു 10. അത് നമുക്കൊന്ന് എലാബറേറ്റ് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ പൊസിഷനിൽ നമ്മൾ 1 ആണ് കൊടുക്കുന്നത് വിചാരിച്ചോ. ബിക്ക് 0 കൊടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഓപ്ഷൻസ് എക്ക് നമ്മൾ 1 എന്ന് ഫിക്സ് ചെയ്തു, ബിക്ക് 0 1 2 3 അങ്ങനെ കൊടുത്തു. നോക്ക് 0 1 2 3 അങ്ങനെ കൊടുത്ത്. അപ്പം എത്ര എണ്ണം ഉണ്ട് ഇത്? 0 മുതലായതുകൊണ്ട് 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ടല്ലോ, 10 എണ്ണം. അങ്ങനെ ഈ 1ന് പകരം 2 3 4 അങ്ങനെ 9 വരെ കൊടുക്കാമല്ലോ. ഇങ്ങനെ അപ്പോൾ 9 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 10ഉം അങ്ങനെ ടൈംസ് 9. അപ്പോൾ 9 ഇൻറ്റു 10 9 ഇൻറ്റു 10 എന്ത് വരും? 90 എന്ന് വരും. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ്? 4 ഡിജിറ്റ് നമ്പേഴ്സ് ആകുമ്പോൾ എന്താണ്, നമ്മൾ 4 ഡിജിറ്റ് ഇങ്ങനെ വന്നാൽ അത് പാലിൻഡ്രോം ആവണമെങ്കിൽ എന്താവണം? ഫസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് ഡിജിറ്റും സെയിം ആവണം. അതുപോലെ സെൻറ്ററിൽ വരുന്ന 2 ഡിജിറ്റ്സും സെയിം ആവണം. അതായത് ഇവിടെ വരുന്ന ഡിജിറ്റ് തന്നെ ഇവിടെയും വരണം, ഇവിടെ വരുന്ന ഡിജിറ്റ് തന്നെ ഇവിടെയും വരണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവിടെ വന്ന് തന്നെ ഇവിടെയും വരണം, ഇവിടെ വന്ന് തന്നെ ഇവിടെയും വരണം. ഇത് രണ്ടും സെയിം ആവണം, ഇത് രണ്ടും സെയിം ആവണം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ വരാം? ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് 0 വരാൻ പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ട് എ എന്തൊക്കെ ആവാം? 1 മുതൽ 9 വരെ ആവാം അല്ലേ. അപ്പോൾ 9 ഓപ്ഷൻസ് ഉണ്ട്, 9 നമ്പേഴ്സ്. ബി എന്താവാം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെൻറ്ററിൽ നമുക്ക് 0 വരാം. അപ്പം 0 to 9 എന്ന് പറഞ്ഞാൽ 10 നമ്പേഴ്സ് ഉണ്ട്. അപ്പം ബിക്ക് പകരം 10ഉം ആവാം. നേരത്തെ ചെയ്ത പോലെ തന്നെ വരും. ഇതിൻ്റെ 9ഉം ഇതിൻ്റെ 10ഉം 9 ഇൻറ്റു 10 90 എന്ന് എഴുതി നോക്കുമ്പോൾ എങ്ങനെ വരിക? ഫസ്റ്റ് ഇട്ടത് ഇവിടെ 1 എന്ന് കൊടുത്ത് ഫിക്സ് ചെയ്തിട്ട് ബിക്ക് മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? 1001 1111 വരും. പിന്നെ ബി 2 ആവും, പിന്നെ 3 ആവും, 4 ആവും. അങ്ങനെ നമുക്ക് 10 നമ്പേഴ്സ് വരും. അതുപോലെ തൊട്ടടുത്ത 2ൻ്റെത് എഴുതാം, 3ൻ്റെ എഴുതാം, 4ൻ്റെ എഴുതാം, പിന്നെ 9ൻ്റെ വരെ എഴുതാം. അപ്പം ഇങ്ങനെ 9 ഇങ്ങനെ 10. അപ്പോൾ 9 ഇൻറ്റു 10 90 എന്ന് വരും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 1 2 3 4? വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ഓഫ് ദിസ്? എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ടെക്സ്റ്റ് ബുക്കിൽ. എങ്ങനെയാണ്? 4 ഡിജിറ്റ്സ് തന്നിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പർ കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, അതായത് 4 മുതൽ കുറച്ച് കൊണ്ടുവരിക, ഓരോ ഡിജിറ്റ് കുറയ്ക്കുക. 4 3 2 1 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എത്ര ടൈംസ് ആണോ അത്രയും നമ്പേഴ്സ് എഴുതാം നമുക്ക് ഈ 4 നമ്പർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിലെന്താ കിട്ടുക? 4 ഇൻറ്റു 3 12 ഇൻറ്റു 2 24 എന്ന് കിട്ടും. ഓക്കെ, ഈ 24 നമ്പേഴ്സ് ജസ്റ്റ് ഞാനൊന്ന് എഴുതിയെന്നേ ഉള്ളൂ, നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും അല്ലേ. 24 ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ 1 കൊടുത്തു, സെക്കൻഡ് പൊസിഷനിൽ 2 കൊടുത്തിട്ട് 3 4, പിന്നെ ആ 4 3 എന്ന് മാറ്റി എഴുതി. അങ്ങനെ നമുക്ക് എല്ലാ നമ്പേഴ്സും എഴുതാം. ഇനി ഇതിൻ്റെ സമ്മ് കാണണമല്ലോ. ഇതിൻ്റെ സമ്മ് നമ്മൾ ഇതിങ്ങനെ മൊത്തം എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല, വേറൊരു വഴിയിൽ കാണാനുള്ള പറഞ്ഞുതരാം. അതായത് എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് അല്ലേ. നമുക്ക് ഓരോ ഈ ഒരു 4 നമ്പേഴ്സ് തന്നെയാണല്ലോ ആവർത്തിച്ച് എല്ലാ നമ്പറിലും വരുന്നത് അല്ലേ. അതായത് ഓരോ പൊസിഷൻ, അതായത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ എന്നാണ് പറഞ്ഞല്ലോ. ഇതിൽ ലാസ്റ്റ് പൊസിഷനിൽ ഓരോ നമ്പറും എത്ര തവണ വരും? 4 നമ്പേഴ്സല്ലേ നമുക്കുള്ളത്. 4 നമ്പറും 6 തവണ വരും. ഇത് 24 എണ്ണല്ലേ. 4 നോക്കി ഒരു ഇതിൽ കാണിച്ചു തരാം. 1 എത്രതാ? ഞാൻ ഫസ്റ്റ് ഡിജിറ്റ് നോക്കിയോളൂ. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 1 ഫസ്റ്റ് പൊസിഷനിൽ എത്ര എണ്ണത്തിലുണ്ട്? ഈ 6 എണ്ണത്തിലില്ലേ. 2 എത്ര എണ്ണത്തിലുണ്ട്? 6 എണ്ണത്തിൽ. 3 6 4 6. ചെറിയ ഇതുപോലെ എല്ലാ പൊസിഷനിലും ഇങ്ങനെ തന്നെ. അത് കുറച്ച് മറ്റേ പൊസിഷൻ എണ്ണത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അത് ജസ്റ്റ് എന്നാലും ഒരു 1 തന്നെ നോക്കുക. അതാ സെക്കൻഡ് പൊസിഷനിൽ എത്ര 1 ഉണ്ട്? 1 2. ഇവിടെ 1 2, ഇവിടെ 1 2, 6 സ്ഥലത്തുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 6 നമ്പേഴ്സാണ് ഓരോ നമ്പറും ഉണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നമ്പേഴ്സിൻ്റെ സമ്മ് 10 ആണെന്ന് കിട്ടും അല്ലേ. 1 + 2 + 3 + 4 ഇങ്ങനത്തെ 6 സെറ്റ് ഉണ്ട് എല്ലാ പൊസിഷനിലും. അപ്പം 6 ഇൻറ്റു 10 60.
ഈ 1ൻ്റെ പൊസിഷനിൽ ഒരു 60 ഉണ്ടാവും, 10ൻ്റെ പൊസിഷനിൽ ഒരു 60 ഉണ്ടാവും, 100ൻ്റെ പൊസിഷനിൽ ഒരു 60, 1000ൻ്റെ പൊസിഷനിൽ ഒരു 60. പൊസിഷൻ മനസ്സിലായില്ലേ? ഇത് 1, 10, 100, 1000 അങ്ങനെയാണല്ലോ. ഇങ്ങനെ കൂട്ടിക്കോയോ ഒരു 60 കിട്ടും 1ൻ്റെ പൊസിഷനിൽ. പിന്നെ ഇങ്ങനെ കൂട്ടുമ്പോൾ 10ൻ്റെ പൊസിഷനിൽ ഒരു 60 കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനൊക്കെ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് കറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പോലെ എഴുതാം. 60 × 1 60, 60 × 10 600, 60 × 100 6000, 60 × 1000 60,000. ഇത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുമ്പം 0 6 6 6 6 ഇങ്ങനെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 66,660. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഫുൾ നമ്പേഴ്സ് എഴുതിയിട്ട് അത് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലേ. ചെയ്യാൻ പറ്റൂല എന്നല്ല, കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ.